IPL 2025 സീസണിൽ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ബൌളിംഗിലെ കുന്തമുനയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന താരമായിരുന്നു ദക്ഷിണാഫ്രിക്കൻ പേസർ കഗീസോ റബാദ. മുൻപ് പഞ്ചാബ് കിങ്സിന്റെ താരമായിരുന്ന ഈ അതിവേഗ പേസറെ 10.75 കോടി രൂപ നൽകി ടൈറ്റൻസ് സ്വന്തമാക്കിയതും ബൌളിംഗ് മൂർച്ച കൂട്ടാൻ ലക്ഷ്യമിട്ടായിരുന്നു. ആദ്യ 2 മത്സരങ്ങൾ കളിച്ച താരം പക്ഷേ അപ്രതീക്ഷിതമായി നാട്ടിലേക്ക് മടങ്ങി. ചില വ്യക്തിഗത കാരണങ്ങളാലാണ് മടക്കമെന്നായിരുന്നു ഗുജറാത്ത് മാനേജ്മെന്റും അറിയിച്ചത്. എന്നാൽ മയക്കുമരുന്ന് ഉപയോഗം മൂലം വിലക്ക് നേരിട്ടതുകൊണ്ടായിരുന്നു താരം മടങ്ങിയത് എന്ന് പിന്നീടാണ് അറിയുന്നത്. ഫെബ്രുവരിയിൽ SA-20 ലീഗിനിടെ നടത്തിയ പരിശോധനയിലാണ് റബാദ പരാജയപ്പെട്ടത്. തുടർന്ന് ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ബോർഡ് അദ്ദേഹത്തെ വിലക്കുകയായിരുന്നു. സംഭവത്തിന് പിന്നാലെ ആരാധകരുടെ ക്ഷമാപണം ചോദിച്ച് താരം രംഗത്തെത്തി. ക്രിക്കറ്റിലേക്ക് തിരിച്ചു വരാനുള്ള പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചു. കുറ്റസമ്മതത്തിന് പിന്നാലെ ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ബോർഡ് അയഞ്ഞു. താൽക്കാലിക വിലക്ക് കഴിഞ്ഞ് IPLൽ തിരിച്ചു വന്നെങ്കിലും പിന്നീട് കളിച്ച 2 മത്സരങ്ങളിലും തിളങ്ങാനായില്ല. ഇതിനിടയിൽ ക്രിക്കറ്റ് ലോകത്തു നിന്നും നിരവധി പരിഹാസങ്ങളും വിമർശനങ്ങളും താരത്തിന് നേരിടേണ്ടി വന്നു. പിന്നീട് റബാദ ഓസീസിനെതിരെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ കളിക്കാൻ ലോർഡ്സിലേക്ക് പറന്നിറങ്ങി. മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ പേരുകേട്ട ഓസീസ് ബാറ്റർമാർ 212 റൺസിന് കൂടാരം കയറിയപ്പോൾ അത് റബാദയുടെ കൂടി തിരിച്ചുവരവായി. 15 ഓവറുകൾ എറിഞ്ഞ താരം 5 മെയ്ഡൻ ഓവറുകൾ ഉൾപ്പെടെ എറിഞ്ഞു നേടിയത് 5 വിക്കറ്റുകളായിരുന്നു. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ തുടർച്ചയായ 2ാം കിരീടം ലക്ഷ്യമിട്ടിറങ്ങുന്ന ഓസീസിന് മുന്നിൽ ആദ്യ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിനിറങ്ങുന്ന ദക്ഷിണാഫ്രിക്ക ലക്ഷ്യമിടുന്നത് 27 വർഷത്തിനു ശേഷം ഒരു ICC കിരീടമാണ്. പലരുടെയും നീണ്ട കാലത്തെ കിരീട കാത്തിരിപ്പിന് അറുതിയായ 2025 തങ്ങളുടെ കിരീട ശാപത്തിന് അറുതിയാകുമോ എന്നുള്ള കാത്തിരിപ്പിൽ റബാദയുടെ മികവ് അവർക്ക് ഊർജ്ജമാകും.